അങ്ങനെ വീണ്ടും മഞ്ജു വാര്യർ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിനു മുന്നേ പണ്ട് അതിജീവിതയെ കുറിച്ച് ഏതോ ഒരു അഭിപ്രായം സ്റ്റേജ് വെച്ച് പറഞ്ഞതാ. അതേപോലെ ഇപ്പോൾ വീണ്ടും ഒരു പോസ്റ്റൊക്കെ ഇട്ട് പുള്ളിക്കാരിയുടെ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരി പോസ്റ്റ് ചെയ്തത് എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ആദ്യം കാണാം. ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ, അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാകുള്ളൂ. പോലീസും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദുഃഖമാകാൻ അത് കൂടി കണ്ടെത്തിയേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും, ഓരോ സ്ത്രീകൾക്കും, ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേ തീരും. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം. സോ മഞ്ജു വാര്യരുടെ ഈ പോസ്റ്റൊക്കെ അടിപൊളിയാണ്. പുള്ളിക്കാരി ഇതുപോലെ അഭിപ്രായം ഇതിനു മുന്നേ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോഴും പുള്ളിക്കാരി ഒരു അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കമൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അവൾക്കൊപ്പം കുറേ പേര് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരാൾക്കൊപ്പം അല്ലാതെ ആയിട്ടുള്ള എല്ലാവർക്കും ഒപ്പം നിൽക്കണം. അതെ, അവൾക്കൊപ്പം എന്നും എപ്പോഴും മരണം വരെയും അവൾക്കൊപ്പം, എന്നും അവൾക്കൊപ്പം. Thank you, Manju Warrior, for using your voice with such courage and clarity. Justice must be complete and accountability must extend to everyone responsible. Your words give strength to survivors and remind us all why standing up matters with you, then, now and always. കൊള്ളാം. ആക്ച്വലി ഭയങ്കര സപ്പോർട്ടാണ് മഞ്ജു വാര്യറിന് കേട്ടോ. ഈ കമൻറ്റ് കഴിയുമ്പോൾ ഞാൻ കാര്യത്തിലോട് വരാം. കുറേ പേര് മഞ്ജു വാര്യറിനെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, കോടതി ഒരിക്കലും അയാളുടെ അടുത്ത് എത്തില്ല. കാരണം പണത്തിന് മീതെ പരുന്തും പറക്കില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അയാൾക്കെതിരെ ആരെയാണ് ഇവർ ഉദ്ദേശിച്ച് കമൻറ്റ് ചെയ്യുന്നത്. ഈ ആൾക്കാരൊക്കെ ഇപ്പോഴും ദിലീപിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അയാൾ എന്നൊക്കെ പറഞ്ഞ് അയാൾക്ക് പണമുണ്ട്, ഇതുണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവരുടെ ഈ പറയുന്ന ആൾക്കാർ, ദിലീപിനെ കുറ്റം പറയുന്ന ഏതൊരു ആൾക്കാരായാലും തെളിവുണ്ടായിട്ടാണോ ഇവർ പറയുന്നത്? തെളിവ് ഇല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തി പറയുന്നത് തന്നെ കുറ്റമാണ്, അല്ലേ? കോടതിയെ പറഞ്ഞു ദിലീപിനെതിരെ തെളിവില്ല എന്ന്, പിന്നെ എന്തിനാ ആൾക്കാർ പിന്നെ വന്നിട്ട് ഇതുപോലെയൊക്കെ പറയുന്നത്? സത്യത്തിൽ പുള്ളിക്കാരൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ എത്രമാത്രം ആ മനുഷ്യനെ ഹേർട്ട് ചെയ്യുന്നുള്ളത് ആരും മനസ്സിലാക്കണില്ല. 100% എന്നും ഒപ്പം. ആ കുട്ടി പറഞ്ഞ പോലെ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമമാണല്ലേ? ഈ കമൻസ് ഒക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഈ മഞ്ജു വാര്യറിനെ സപ്പോർട്ട് ചെയ്ത് കുറേ അവർക്കിടയിൽ ഭയങ്കര ഈ മഞ്ജു വാര്യർ ലാസ്റ്റായിട്ട് സിനിമ ഫീൽഡിൽ എന്തിനെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കമൻറ്റ് പബ്ലിക്കായിട്ട് വോയിസ് കൊടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ. അതിജീവിതയ്ക്ക് വേണ്ടി എന്നുള്ള ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ പുള്ളിക്കാരി വോയിസ് ഉയർത്തിയിട്ടുള്ളൂ. ഇപ്പോൾ പുള്ളിക്കാരി പോസ്റ്റ് ഇട്ടിട്ടില്ലേ, സമൂഹത്തിൽ എല്ലാവരും ഭയപ്പെടാതെ നടക്കണം, എല്ലാവരും ജീവിക്കണം, സ്വതന്ത്രമായിട്ട് ധൈര്യമായിട്ട് പുറത്ത് നടക്കണം. സിനിമാ ഫീൽഡിലെ ധൈര്യമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടോ? ഈ മഞ്ജു വാര്യരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? പുള്ളിക്കാരുടെ ആ പുറത്ത് നമ്മുടെ അടുത്ത് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഭയങ്കര സ്ത്രീകൾക്ക് വേണ്ടി ഫ്രണ്ടിൽ വന്ന് നിൽക്കും, ഭയങ്കരമായിട്ട് വോയിസ് ഉയർത്തി സംസാരിക്കും, ഒരു ഫെമിനിസ്റ്റിൻ്റെ ഒരു ഭാവം, അങ്ങനത്തെ രീതിയിലൊക്കെയാണ് പുള്ളിക്കാരുടെ ആറ്റിറ്റ്യൂഡും അപ്പിയറൻസും പുറത്തെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും അവർ അങ്ങനത്തെ ആളല്ല. കാരണം ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് മാത്രം പുള്ളിക്കാരി പോസ്റ്റ് ഇടുന്നതും, പിന്നെ ഇതിനു മുന്നേ ലാസ്റ്റായിട്ട് പുള്ളിക്കാരി വോയിസ് എടുത്ത് സംസാരിച്ചത് നിങ്ങൾക്കറിയാം, ഈ സെയിം കാര്യത്തിന് വേണ്ടി, അതിജീവിതയ്ക്ക് വേണ്ടി. ഞാൻ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നല്ല പറയുന്നത്. ആ അതിജീവിതയ്ക്ക് വേണ്ടി പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്തതുപോലെ എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ കാര്യം വന്നപ്പം വേറെ കുറേ സ്ത്രീകൾ അനുഭവിച്ചു ചേർന്നല്ലോ, അവർക്ക് വേണ്ടി എന്തുകൊണ്ട് ഇവർ വോയിസ് ഉയർത്തിയില്ല എന്നാണ് എൻ്റെ ചോദ്യം. ആ സമയത്ത് മീഡിയക്കാരൊക്കെ പുള്ളിക്കാരുടെ അടുത്ത് പോയി ചോദിക്കുമായിരുന്നു അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ ഒരു അക്ഷരം മിണ്ടത്തില്ല, ഇഗ്നോർ ചെയ്ത് പോകത്തേ ഉണ്ടായിരുന്നുള്ളൂ.
അന്ന് സ്ത്രീകളെ കുറിച്ച് ഇവർക്ക് കെയറിങ് ഇല്ലായിരുന്നോ? സ്ത്രീകൾ പക്ഷം നിൽക്കണം എന്ന് അവർക്ക് ഒന്നും ഇല്ലായിരുന്നോ? ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി പോരാടണം, ഇവിടെ കുറെ വില്ലന്മാർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്, അവരെ പിടിച്ചാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റൂ എന്നൊക്കെ അന്ന് എന്തുകൊണ്ട് ഇവർ വോയിസ് ഉയർത്തി പറഞ്ഞില്ല? അറ്റ്ലീസ്റ്റ് ഒരു പോസ്റ്റെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൂടായിരുന്നോ അന്ന്? ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല, ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇവർ. ആ സ്ത്രീയാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പോസ്റ്റ് ഇട്ടേക്കുന്നത് അതിജീവിതയ്ക്ക് നീതി വേണമെന്ന്. ഇതാണ് ഈ നാട്ടിന്റെ അവസ്ഥ.